സുബ്ഹാനല്ലാഹ്. ഇപ്പോഴുണ്ടല്ലോ ചില സൂഫി ഗാനങ്ങൾ എന്നും പറഞ്ഞ് ചില ഗാനങ്ങൾ, അത് മുഴുവനും എല്ലാം തെറ്റാണ് എന്നല്ല ഞാൻ പറയും. പലതും ഒരു നിലക്കും ഇസ്ലാമിനോട് യോജിക്കുക. അതെന്താ കാരണം? വിവരമില്ലാതെ സൂഫിയാകാൻ പറ്റും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നും ജീവിച്ചിരിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. ശാഫി ഇമാം പാടിയില്ലേ, ഫഖീഹൻ വസൂഫിയൻ ലൈസ വാഹിദാ ഫൈനി വഹഖില്ലാഹി ഇയ്യാക അൻസഹൂ. മോനെ, പടച്ചവന് തന്ന ഉത്തരവാദിത്വമുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നിന്റെ ഗുണകാംക്ഷിയായി ഞാൻ സംസാരിക്കുന്നു. എനിക്ക് നിന്നോടുള്ള വസിയത്ത് എന്താണ്? ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദാ. നീ നല്ല വിവരമുള്ള പണ്ഡിതനാകണം. വസൂഫിയൻ, ഹൃദയം തെളിഞ്ഞ, അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അതേ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതേ ഒരിക്കലും തന്നെ റിയാഇന്റെ രോഗമില്ലാത്ത, ലോകമാന്യമില്ലാത്ത, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും വേണമെന്നോ, ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയണമെന്നോ, ജനങ്ങൾക്കിടയിൽ ഞാൻ വലിയ ആളാകണമെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന് ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കുന്ന, സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന, ഫർളും സുന്നത്തും ഒക്കെ എടുക്കുന്ന, ഹറാമും കറാഹത്തും ഒക്കെ ഒഴിക്കുന്ന നല്ല സൂഫിയായ ഹൃദയം തെളിഞ്ഞ മനുഷ്യനാകണം നീ നല്ല പണ്ഡിതനുമാകണം കേട്ടോ. ഇത് രണ്ടിലൊന്ന് മാത്രം പോരാ. ഒരാള് പണ്ഡിതനാണ്, പക്ഷേ വലിയ അഹങ്കാരമാണ്, അല്ലെങ്കിൽ വലിയ അസൂയയാണ്, അല്ലെങ്കിൽ വിദ്വേഷമാണ്, അല്ലെങ്കിൽ അത് അനാവശ്യത്തിന് കോപിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതാ ഞാൻ വലിയ ആളാണെന്ന് വരുത്തി തീർക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതാ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പലതും ചെയ്യുകയാണ്. അങ്ങനെയുള്ള പണ്ഡിതനായതുകൊണ്ട് കാര്യം കിട്ടൂലല്ലോ. ഇനിയോ ഒരാൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ്? ഔലിയാക്കളെ വഴിയിലേക്ക് പോകണമെന്നാണ്. പക്ഷേ വിവരമില്ലാത്തതിനാൽ വ്യാജന്മാര് അദ്ദേഹത്തെ കൊണ്ടുപോയി വലിയ കുഴിയിലിറക്കുന്നു. അങ്ങനെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്നു. പടച്ചവരെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നു, സൃഷ്ടികളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നു. ഇങ്ങനെ രണ്ടിലൊന്നായി പോകരുത്. നീ രണ്ടുമുള്ളവനാകണേ. ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദാ. നീ നല്ല വിവരമുള്ളവനുമാകണം, അതോടുകൂടെ ഹൃദയം തെളിഞ്ഞ ആളുമാകണം. ഇപ്പൊ ചില ആളുകളുണ്ട്, സ്റ്റേജിൽ കയറിയിട്ട് പറയും അത് മുസ്ലിംമാർക്ക് തിരിയൂല. കേട്ടോക്കിയാ തിരിയും, വല്ലാതെ തിരിയുന്നവനായി വേന്ന് തോന്നും. മുസ്ലിംമാർക്ക് തിരിയൂല, പിന്നെ തിരിയുന്ന ആർക്കാ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ട് ചിലർ. അങ്ങനെയായി പോകാൻ പാടില്ല. ഞാൻ വലിയ ആളായി എന്ന തോന്നലുണ്ടാകാൻ പാടില്ല. ഞാൻ വലിയ സൂഫിയാണെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അവന്റെ മനസ്സിൽ കിബിർ കടന്നുപോയി. എത്ര വലിയവനായാലും ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. അതാണല്ലോ സൂഫിസം എന്ന് പറയുന്നത്, അതാണല്ലോ തസൗഫ് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ശാഫി ഇമാം തങ്ങൾ തന്നെ പറയാണ്, ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാം വഹദാ ജഹൂലുൻ കൈഫ ദുൽ ജഹലി യസ്ലുഹു. ആദ്യം പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് കുറച്ച് വിവരമുണ്ട്, പക്ഷേ
ആത്മീയമായ യാതൊരു ചൈതന്യവുമില്ല, ആത്മീയമായ ചിന്തയില്ല, തസൗഫിന്റെ വഴിയിലേക്ക് കടക്കുന്നില്ല, തൗബയില്ല, ഖനാഅത്തില്ല, സുഹുദില്ല. അങ്ങനെ ഔലിയാക്കളെ വഴിയിൽ കടക്കുന്നവർക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്താണ്? അദ്ദേഹത്തിന് കുറച്ച് വിവരം മാത്രമുണ്ട്. അങ്ങനെ ആയാൽ അവനിങ്ങനെ ഒപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചിലപ്പോ പറഞ്ഞെന്ന് വരും. പക്ഷേ അവന്റെ മനസ്സ് തഖ്വ രുചിച്ചിട്ടില്ല, തഖ്വ ഉണ്ടായിട്ടില്ല. കാരണം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. തഖ്വ വെള്ളത്തലേക്കെട്ടിലല്ല, മഞ്ഞത്തലേക്കെട്ടിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് നീളക്കുപ്പായത്തിലല്ല, അതേ ചെറിയ ഹാഫ് ഷർട്ടിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് നീണ്ട താടിയിലല്ല, താടി വടിക്കുന്നതിലുമല്ല. തഖ്വ എന്ന് പറയുന്നത് അതിന്റെ ഉറവിടം മനസ്സാണ്. മനസ്സിലാണ് തഖ്വ വേണ്ടത്. എന്റെ മനസ്സ് റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്നെ റബ്ബ് കാണുന്നുണ്ടല്ലോ. അതേ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ പടച്ചവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. നിന്റെ മനസ്സിലുള്ളത് റബ്ബ് വായിക്കുന്നുണ്ടല്ലോ. നീ പ്രസംഗിക്കുന്നത് എന്തിനാണ്? നീ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നീ ക്ലാസ് എടുക്കുന്നത് എന്തിനാണ്? നീ ഫത്വ കൊടുക്കുന്നത് എന്തിനാണ്? നീ ഏത് കാര്യം ചെയ്യുന്നത് എന്തിനാണ്? പടച്ചവന്റെ പൊരുത്തത്തിനാണോ? അതല്ല ജനങ്ങൾക്കിടയിൽ ആളാകാനാണോ? അത് റബ്ബ് കാണുന്നുണ്ടല്ലോ. എന്നാൽ നേരത്തെ പറഞ്ഞവൻ തസൗഫില്ലാതെ, ആത്മീയ ചിന്തയില്ലാതെ, വെറും വിവരമുള്ളവനായാൽ അവന്റെ മനസ്സ് തഖ്വ രുചി നോക്കിയിട്ടില്ല. ആർക്കാണ് പടച്ച റബ്ബ് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്? ഉഇദ്ദത്തിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ. തഖ്വയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ പറഞ്ഞത്? ആ തഖ്വയുടെ ഉറവിടം മനസ്സാണ്. ആ മനസ്സ് നന്നാകാതെ വെറും വിവരമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമാകൂല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, വഹാദാ ജഹൂലുൻ കൈഫ ദുൽ ജഹീലി യസ്ലുഹു. നിനക്ക് വിവരവും വേണം, ആത്മീയ ചിന്തയും വേണം, തസവ്വുഫും വേണം, ഫിഖ്ഹും വേണം. തഖ്വ വേണം. അദ്ദേഹം വിവരമുണ്ട്, അദ്ദേഹം പലതും ഒപ്പിച്ച് പറയും. പക്ഷേ അദ്ദേഹത്തിന് ആത്മീയ ചൈതന്യമില്ല. അദ്ദേഹത്തിന് ഖൽബിൽ തഖ്വ രുചി നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഖൽബ് തഖ്വയെ രുചി നോക്കിയിട്ടില്ല. വഹാദാ ജഹൂലുൻ. പിന്നെ ഇയാള് ചിലപ്പോ ഒരു 4 മഖബറയിൽ പോകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഏതോ ഒരാളെടുത്തുനിന്ന് എന്തോ ഒരു അത്ഭുതം കാണുമ്പോഴേക്ക് അയാളെ കൈപിടിക്കുമ്പോഴേക്ക് ഞാൻ വലിയ സൂഫിയായി എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ആളോ ഹാദാ ജഹൂലുൻ. ഇയാളൊരു വിവരമില്ലാത്ത ആളാണ്. കൈഫദുൽ ജഹലി യസ്ലുഹു. വിവരമില്ലാത്തവരെങ്ങനെ നന്നാവും? കാരണം ശൈത്താൻ പറ്റിക്കും, ഇബ്ലീസ് പറ്റിക്കും. കാരണം ഇബ്ലീസ് എങ്ങനെ പറ്റിക്കുന്നത് മനസ്സിലാവില്ല, വിവരമില്ലല്ലോ. അപ്പൊ വിവരമില്ലാത്തവനെ ആരും പറ്റിക്കും, ശൈത്താൻ പറ്റിക്കും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പൊ എന്ത് വേണം? രണ്ടും വേണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയാണ്. രണ്ടും വേണം, ഒന്ന് മാത്രം പോരാ. അതാണ് ഫഖീഹൻ വസൂഫിയൻ ഫകുൽ ലൈസ വാഹിദ ഫഇന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു.